ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമോ നമഃ. ഓം ശ്രീരാമഭദ്രാനന്ദായ പരമാസൽ ഗുരവേ നമഃ. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുർ സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സർവവിഘ്നഹരം ദേവം സർവവിഘ്നവിവർജിതം സർവസിദ്ധിപ്രദാതാരം വന്ദേ അഹം ഗണനായകം. സരസ്വതീ നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മിൻ സദാ ശിവം. സ്കന്ദായ കാർത്തികേയായ പാർവതീവല്ലഭായ മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ തേ നമഃ. ഭൂതനാഥ സദാനന്ദം സർവഭൂതദയാപരാം രക്ഷ രക്ഷ മഹാഭാഗം ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഓം നാഗരാജ നമോ നമഃ. ശ്രീനാഗരാജ നമോ നമഃ. ഓം നാഗരാജ ശ്രീനാഗരാജ ജയ നാഗരാജ നമോ നമഃ. ഓം നാഗമാതാവേ നമോ നമഃ. ശ്രീനാഗമാതാവേ നമോ നമഃ. ഓം നാഗമാതാവേ ശ്രീനാഗമാതാവേ ജയ നാഗമാതാവേ നമോ നമഃ.
ജയ നാഗമാതാവേ നമോ നമഃ. ഓം ബ്രഹ്മരക്ഷസേ നമോ നമഃ. ശ്രീ ബ്രഹ്മരക്ഷസേ നമോ നമഃ. ഓം ബ്രഹ്മരക്ഷസേ ശ്രീ ബ്രഹ്മരക്ഷസേ ജയ ബ്രഹ്മരക്ഷസേ നമോ നമഃ. ഓം യോഗീശ്വരായ നമോ നമഃ. ശിവശ്രീ യോഗീശ്വരായ നമോ നമഃ. ഓം യോഗീശ്വരായ ശ്രീ യോഗീശ്വരായ ജയ യോഗീശ്വരായ നമോ നമഃ. ജയ യോഗീശ്വരായ നമോ നമഃ. ജയ യോഗീശ്വരായ നമോ നമഃ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദഹരേ കൃഷ്ണ. നാരായണ തവ പാദസരോജം അഗമേ വിലസുക. നാരായണ ജയ കരളിൽ വിവേകം കൂടാതെ കണ്ട് അരനിമിഷം ബധ കളയരുതാരും. മരണം വരുമിനി എന്നു നിനച്ചിക മരുവുക സതതം. നാരായണ ജയ. കാണുന്നു ചിലർ പലതും ഉപായം, കാണുന്നില്ല മരിക്കുമിതെന്നും. കാൺകിലും ഒരു നൂറ്റാണ്ടിനകത്തിൽ എന്നേ കാണൂ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദഹരേ കൃഷ്ണ. നാരായണ തവ പാദസരോജം അഗമേ വിലസുക. നാരായണ ജയ കിമപി വിചാരേ ചേടോകൾ മാനുഷ. ജന്മനി വേണം മുക്തി വരേണ്ടുകിൽ കൃമി ജന്മത്തിലും എളുതായി വരുമീ വിഷയസുഖം ബധ. നാരായണ ജയ കീഴിൽ ചെയ്ത ശുഭ അശുഭ കർമ്മം മേലിൽ സുഖദുഃഖത്തിനു കാരണം. സുഖമൊരു ദുഃഖം കൂടാതെ കണ്ട് ഒരുവനുമുണ്ടോ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദഹരേ കൃഷ്ണ. നാരായണ തവ പാദസരോജം അഗമേ വിലസുക. നാരായണ ജയ കുന്നുകൾ പോലെ ധനമുണ്ടാകിലും ഇന്ദ്രനു സമനായി വാണിടുകിലും ഒന്നൊരിയാടുവതിന്നിടക്കിട്ടാൽ വന്നായമഭടർ. നാരായണ ജയ കൂപേ വീണുഴലുന്നതുപോലെ ഗേ ഗേ വാണുഴലും
ഞാനാം ആപദ്ഗണമകലേണ്ടുകിൽ മുനിജന വാക്കുകൾ പറയാം. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദഹരേ കൃഷ്ണ. നാരായണ തവ പാദസരോജം അകമേ വിലസുക. നാരായണ ജയ. കെട്ടുകളായതു കർമ്മം പുരുഷനു കെട്ടുകളറ്റേ മുക്തി വരൂ ദൃഢം. കെട്ടുകളോ ഫല ഭുക്ത്യാതീരും കെട്ടായിനിയും. നാരായണ ജയ. കേൾക്കണമേളുതായി ഉള്ളൊരുരഹസ്യം. ദുഷ്കൃതവും നിജ സുകൃതവും എല്ലാം കാർക്കൽ നമസ്കൃതി ചെയ്തു മുകുന്ദനിൽ ആക്കുക സതതം. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദഹരേ കൃഷ്ണ. നാരായണ തവ പാദസരോജം അകമേ വിലസുക. നാരായണ ജയ. കൈയിൽ വരുന്നത് കൊണ്ടു ദിനങ്ങൾ കഴിക്ക ഫലം പുനരീക്ഷിക്കൊള്ളാം. കൈവരുമാകിലും ഇന്ദ്രപദം എന്തിനു തുച്ഛം. നാരായണ ജയ. കൊടിയ തപസ്സുകൾ ചെയ്തോരോ ഫലം ഇച്ഛിച്ചിടുകിൽ മുക്തി വരാദൃഢം. അടിമലർ തൊഴുകിലൊരിഞ്ചാഹീനം മുക്തന്മാരവർ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദഹരേ കൃഷ്ണ. നാരായണ തവ പാദസരോജം അകമേ വിലസുക. നാരായണ ജയം. കോപം കൊണ്ട് ശപിക്കരുതാരും ഭഗവൻ മയമെന്ന് ഓർക്ക സമസ്തം. സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിക. നാരായണ ജയ. കൗതുകമൊന്നിലും ഇല്ലിനി മകതാ ഭഗവത് ഭക്തന്മാരോടുകൂടി ഭഗവത് ഗുണകഥന ശ്രവണങ്ങൾ ഒഴിഞ്ഞൊരു നേരം. നാരായണ ജയ. കരുണാമയനാം ശ്രീനാരായണൻ അരുളിടും നിജസായുജ്യത്തെ ഒരു ഫലമുണ്ടോ 10,000 ഒരു ചത്തുപിറന്ന. നാരായണ ജയ. ബഹുജന്മാർജിത കർമ്മമശേഷം തിരുമുൽക്കാഴ്ച ഭവാനിക വെച്ച് ജനിമരണങ്ങൾ നമുക്കിനി വേണ്ട പരിപാലയമാം. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദഹരേ കൃഷ്ണ. നാരായണ തവ പാദസരോജം അകമേ വിലസുക. നാരായണ ജയം. അംബുജനയനാം അളിവർണ്ണാനിൻ വർണ്ണനമാണസിലകൾ കണക്കൽ കൽനപുടങ്ങൾ നിറഞ്ഞു തെളിഞ്ഞ് കവിഞ്ഞൊഴുകട്ടെ. നാരായണ ജയ. അച്യുതനേയൻ മാനസ സരസിൽ കൊച്ചു തരംഗമതുയരും പടിയ. കൊച്ചു സരോവര തൃച്ചേവടി വെച്ചു ഒന്നു കളിക്കുക.
നാരായണ ജയ. ഓം ഹരി ഓം ഹരി ഓം ഹരി ഓം. 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 ഓം ഹരി ഓം ഹരി എന്നു ജപിച്ച പ്രേമാബുദിയിൽ മുഴുകുക മനമേ. ക്ഷേമപ്രദമാം പ്രണവസ്വരാകൃതി മോദമതേകുക. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദഹരേ കൃഷ്ണ നാരായണ തവ പാദ സരോജം അകമേ വിലസുക. നാരായണ ജയ അകമേ വിലസുക. നാരായണ ജയ അകമേ വിലസുക. നാരായണ ജയ. നാരായണ കൃഷ്ണ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ. ഓംകാര ബ്രഹ്മബിന്ദുസ്തം ലോക അലോക പ്രവർത്തകം ശ്രീകൃഷ്ണ പരമാത്മാനം ഭഗവന്തം ഭജാമ്യഹം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേശ്വരവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴും ആര്യപാദം പ്രണോമി തുഞ്ചത്തെഴും ആര്യപാദം. വേദോ വ്യസിതനാഥായ പരാശരസുതായ ച സുഖായ ആനന്ദരൂപായ തസ്മൈ വ്യാസായ തേ നമഃ. ഓം നമഃ പ്രണവാർദ്ധായ ശുദ്ധജ്ഞാനൈകമൂർത്തയേ നിർമ്മലായ പ്രശാന്തായ തസ്മൈ വ്യാസായ തേ നമോ നമഃ. ഓം നമഃ പ്രണവാർദ്ധായ ശുദ്ധജ്ഞാനൈകമൂർത്തയേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമഹാഭാഗവതം കേരള ഭാഷാഗാനം പ്രഥമസ്കന്ധം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശൗനകാദി മഹർഷിമാർ യാഗം തുടങ്ങി. അപ്പോൾ ശ്രീ വേദവ്യാസ ശിഷ്യനായ സൂത പൗരാണികനോട് ചോദിക്കും. ആദിമൂല ശ്രീ പരമാത്മാ
പാനം ചെയ്ത് അനുദിനം ആനന്ദിച്ച് അലസാതെ മാനസപത്മത്തിങ്കൽ വാഴും പൈങ്കിളിപ്പെണ്ണേ. മാനുഷഭാവം പഴുതായി കഴിഞ്ഞിടും മുൻപേ മാനസം തെളിഞ്ഞു ദിവ്യാനന്ദ സ്വാഭാവികം സാധിപ്പാനെളുതായും സാദരമേതൊന്നുള്ളൂ. സാദരം അതു ബാലേ കാലേ ചൊല്ലെന്നോടിപ്പോൾ. ചൊല്ലുവാൻ അനേകമുണ്ടോരോരോ മുനീന്ദ്രന്മാർ ചൊല്ലിയ വേദാന്ത സാരാദികൾ ബഹുവിധം. ചൊല്ലരുതാവയൊന്നും നമുക്കു പുരാണങ്ങൾ ചൊൽക എന്നതും കേൾക്കുന്നുള്ളതും ചെയ്യാമല്ലോ. ചൊല്ലഴും പുരാണങ്ങളുള്ളവ എല്ലാറ്റിലും നല്ലതു ശ്രീമദ് ഭാഗവതമെന്നല്ലോ ചൊല്ലിക്കേൾപ്പോം. ചൊല്ലഴും പുരാണങ്ങളുള്ളവ എല്ലാറ്റിലും നല്ലതു ശ്രീമദ് ഭാഗവതമെന്നല്ലോ ചൊല്ലിക്കേൾപ്പും. പത്മാദി പുരാണങ്ങളൊക്കെയും നന്ന് എങ്കിലും ആത്മതത്വത്തെ അറിഞ്ഞിടുവാനിതേ നല്ലു ശ്രീമദ് ഭാഗവതമേ നല്ലു. ഓരോരോ ശാസ്ത്രങ്ങളിൽ മോക്ഷമാർഗങ്ങൾ ചൊന്നത് ഓരോന്നേ നിരൂപിച്ചാൽ എളുതല്ലിത്രയൊന്നും. ഓരോരോ ജനങ്ങൾക്ക് മുക്തിമാർഗ തത്വങ്ങൾ ഓരോരോ വിധമത്രേ കേവല സ്വഭാവങ്ങൾ എന്നതിൽ എല്ലാ വർണ്ണത്തിങ്കലും എല്ലാവർക്കും നന്നായി സാധിക്കാവോന്നെളുപ്പമുള്ളോന്നല്ലോ. എത്രയും എളുതായി മുക്തിയെ ലഭിക്കുന്ന ഭക്തിമാർഗത്തെ പ്രതിപാദിപ്പാൻ വേദവ്യാസൻ ഉത്തമ ശ്ലോക ചരിത്രങ്ങളും നാമങ്ങളും ഉത്തമ ധ്യാനങ്ങളും മിശ്രമായി വിശുദ്ധമായി ചമച്ചു ഭാഗവതം അതിങ്കൽ നിരന്തരം രമിപ്പാനായിട്ടത്രേ മറ്റുള്ള കഥയെല്ലാം. അവിടെ ആദി ശ്ലോകം മംഗലാചരണമായി കവിനായകൻ പ്രയോഗിച്ചിതു. വേദവ്യാസം സർവജ്ഞനായി സർവജഗൽക്കാരണനായി സർവഭൂതങ്ങൾക്കെല്ലാം ജ്ഞാനദ സ്വരൂപനായി അപരിച്ഛിന്നമായി പരമാനന്ദമായ പരമാത്മാവു തന്നെ ധ്യാനിക്കായി വരേണമേ. ആ ശ്രീകൃഷ്ണ പരമാത്മാവു തന്നെ ഇവിടെ ധ്യാനിക്കായി വരേണമേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീം രാമഭദ്രാനന്ദപരമസൽഗുരവേ നമോ നമഃ.
മഹാഗണപതിം മനസാ സ്മരാമി മഹാഗണപതിം മനസാ സ്മരാമി മഹാഗണപതിം ഹരേ വസ്തുനിർദ്ദേശം രണ്ടാം പദ്യത്തെ കൊണ്ടു ചൊല്ലി സത്യമായി പുരുഷാർത്ഥമായിരിക്കുന്ന പരമാത്മാ തത്വവും ആദിം പ്രാപ്തി സാധനവുമായി മേധ്യമായിരിക്കുന്ന ധർമ്മവും അതിങ്കലേം കേൾക്ക മാത്രമേ വേണ്ടൂ ഭക്തി ഉണ്ടാവാൻ. പിന്നെ മോക്ഷവും വരുമെന്നു വേറെ ഞാൻ ചൊല്ലേണമോ? സുഖമേ സേവിച്ചേടും പ്രാമണ്യവശന്താനും നിഗമമെന്ന് മൂന്നാം പദ്യത്തെ കൊണ്ടു ചൊല്ലി വേദമായിടുന്ന ഒരു കൽപ്പക വൃക്ഷത്തിന്റെ ഫലം മോദമാർന്നിടും ഫലം ആദരപൂർവം ഭക്തിയാവീണിതു സുഖാമുഖത്തിങ്ക നിന്നുടൻ ഭുവി ആനന്ദം വരുമാറ് പീയൂഷദ്രവത്തോടും അങ്ങനെയുള്ള മഹാഭാഗവതാഖ്യരസം മംഗലം വന്നു പരന്തങ്കലേലയിപ്പോളം ആവോളം പാനം ചെയ്തു കൊള്ളുക രസികന്മാരായുള്ള ഭാഗവത മുഖ്യന്മാർ നിരന്തരം. എങ്കിലോ ചൊല്ലു ചൊല്ലും സംസാരം കൊണ്ടുണ്ടാകും സങ്കടം പോകും വണ്ണം വൈകാതെ സുഖമേ നീ ചൊല്ലുവാൻ ഇവിടെ ഇപ്പോൾ എനിക്കിതിന്നേതുമില്ലോരു മാന്ദ്യം. മാധുര്യാദി ലക്ഷണങ്ങളാൽ ചൊല്ലപ്പോകാതോരതി മൂഢനായതു ഞാനോ ചൊല്ലുവാൻ അവരവരുണ്ടല്ലോ കവീന്ദ്രന്മാർ. ചൊല്ലെഴുന്നവർ മുമ്പിൽ ചെന്നു ചൊല്ലുമ്പോൾ പിഴ ചൊല്ലുകയല്ലല്ലേ എന്നല്ലുല്ലസിക്കുന്നു വല്ലഭമിഴും വിനിതാത്മജനനന്ദാഗ്രേം തുല്യമില്ലാതെ വേഗത്തോടു താൻ പറക്കുമ്പോൾ വല്ലാതെ കൃശമസകാദികൾ അത് കണ്ടിട്ട് എല്ലാരും അടങ്ങുന്നു. വല്ലഭമില്ല വല്ല ജാതിയും തന്നാലായത് മുതിർന്നു എല്ലാ ജാതിയും പരക്കുന്നു വന്നിടുന്നൂനും മെല്ലെ മെല്ലവേ പുനരെന്നതോർത്താകും വേണം അല്ലലന്യേ സംക്ഷേപിച്ചു ചൊല്ലിടാമല്ലോ. ചൊല്ലഴും ഗണേശനും വാണിയും മുകുന്ദനും ചൊല്ലിന പൗരാണികാചാര്യനാ വ്യാസൻ താനും സ്വല്ലോകാധിപൻ മുമ്പാമാശാധിപതികളും വല്ലായ്മയൊഴിച്ച് ഭൂദേവദേവതങ്ങളും കല്യാണം വളർത്തുവാൻ നാരദമുനീന്ദ്രനും എല്ലാരും അനുഗ്രഹിച്ചിടുവാൻ വന്ദിക്കുന്നേൻ. ഇവിടെ മറ്റുള്ള സർവജ്ഞന്മാരും എല്ലാരും അനുഗ്രഹിച്ചിടുവാൻ വന്ദിക്കും.
ശ്രീവേദവ്യാസമുനി ചമച്ച പുരാണത്തിൽ ശ്രീ മഹാഭാഗവതം തന്നിലും പരമാർത്ഥം സത്യജ്ഞാനാനന്ദാനന്ദദ്വയാമൃതപൂർണം സച്ചിത് ബ്രഹ്മാഖ്യം പരമാനന്ദമുപാസിച്ചേൻ. ഈശനും പ്രപഞ്ചവും ഏകമെന്നുറച്ചു ഞാൻ. ഈശനെ ദേശികനെന്നറിഞ്ഞു തെളിഞ്ഞപ്പോൾ ദേശിക പാദ പത്മമെന്നുള്ളിൽ ഉറപ്പിച്ചേൻ. ദേശികാജ്ഞേയാം പാരമാനന്ദസമിന്നിതം. ഈശനും പ്രപഞ്ചവും ദേശികൻ താനും ഞാനും ഈശന്റെ കാരുണ്യത്താൽ കേവലമൊന്നായിക്കണ്ടേൻ. അന്നേരം മായാമയമായുള്ള ബഹുത്വങ്ങളൊന്നുമേ കാൺമാനില്ല ഞാനൊഴിഞ്ഞൊരിടത്തും എന്നതിന് ഉപദേശ സാധനമിതു തന്നെ. നന്നായി കേട്ടുകൊള്ളിൻ മറ്റൊന്നും നിനയാതെ. നൈമിഷവനത്തിലെ വിഷ്ണുക്ഷേത്രത്തിങ്കൽ ആ മാമുനിവരന്മാരാ ശൗനകാദികളെല്ലാം സ്വർഗത്തെ ലഭിപ്പാനായി സത്രത്തെ തുടങ്ങിനാൻ. സൽഗതി വരുവാനു ഹേതുവാം അതു തന്നെയും ആയിരത്താണ്ടു കൂടിക്കഴിഞ്ഞുകൂടുന്നതങ്ങും ആരാലും ഉപദ്രവം കൂടാതെ ചെല്ലും കാലം ചെന്നിതു വേദവ്യാസ ശിഷ്യനായുള്ള സൂതൻ നന്നായി സൽക്കാരം ചെയ്തിരുത്തി മുനികളും. പുണ്യവാനായ ഭവാൻ വന്നതു നന്നായി വന്നു, ധന്യന്മാരെന്നു വന്നു ഞങ്ങളും. അതിനാലെ ധർമ്മശാസ്ത്രങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ നിർമ്മലനായ ഭവാൻ ഒക്കവേ പാഠമല്ലോ. വേദാന്തപ്പൊരുളറിഞ്ഞേടിന മുനികളും വേദാന്തവിത്താം വേദവ്യാസനും മുന്നം സാദരമരുൾ ചെയ്തതൊക്കെ അഭ്യസിച്ച നീ മോദന വന്നതിപ്പോൾ ഞങ്ങൾക്കൊരനുഗ്രഹം. സ്നേഹമെത്രയും ഭാരമുള്ള ശിഷ്യനു യോഗ്യമായതുപദേശിച്ചിടുന്നു ഗുരുക്കന്മാർ. ചേതസി നിന്നെ സ്നേഹം വേദവ്യാസനുപാരം വാസന ശുശ്രൂഷാദിയാകിയ ഗുണങ്ങളാൽ ആകയാൽ സാരമായ മോക്ഷ സാധനമെന്തോന്നായതും തവ മതി നിശ്ചയ പറകടോം. ഈ കലിയുഗത്തിങ്കൽ മാനുഷ പരിഷകൾ ദുഃഖിതന്മാരായുള്ളൂ. നിത്യോപദ്രവങ്ങളാൽ അല്പായുസുകളുമായി അല്പബുദ്ധികളുമായി അല്പഭാഗ്യന്മാരുമായി മിക്കതുമുള്ളു നൂനം. കേൾക്കേണ്ടത് അസംഖ്യമായുണ്ടവയെല്ലാം ഇപ്പോൾ ആഖ്യാനം ചെയ്യുവാൻ കാലമില്ലെന്നു വന്നുകൂടും. എന്നാൽ എന്തതിനോ സാരമായുള്ളതെല്ലാവർക്കും വന്നുകൊണ്ടുടൻ ബുദ്ധി തെളിഞ്ഞു വരുന്നതായി എത്രയും ചുരുക്കമായി അത്യന്തം മനോജ്ഞമാം വസ്തുവായിരിപ്പതു സത്വരം പറക നീ. ദേവകിയെങ്കിൽ
വസുദേവനു സുതനായി ദേവകൾ ദേവൻ പിറന്നൊരു നാളുള്ള കഥ കേൾക്കണമെന്നുമുണ്ടു തോന്നുന്നു ഞങ്ങൾക്കിപ്പോൾ. ഓർക്കുമ്പോൾ എല്ലാറ്റിലും അക്കഥയല്ലീ നല്ലു തിരുവടിയുടെ തിരുനാമങ്ങളിൽ ഒന്ന് അന്ധനറിയാതെ ചൊൽകിലും ഗതിയല്ലോ. ആത്മശുദ്ധിയിൽ കൊതിയുള്ളവനാകിൽ പരമാത്മാവാം കൃഷ്ണൻ കഥ കേൾപ്പാനാഗ്രഹമുണ്ടാം. രസജ്ഞന്മാരെന്നാകിൽ കേട്ടോളാം, കേൾപ്പാൻ തോന്നും. രസങ്ങൾ ഇതിന്മീതെ മറ്റൊന്നുമില്ലതാനും. ഞങ്ങൾക്കു മതിയാകയില്ലതു കേൾക്കും തോറും. മംഗളം ചരിത ചൊല്ലു നീ മടിയാതെ. വന്നിതു കലിയുഗമെന്നറിഞ്ഞതു മൂലം വന്നു വൈഷ്ണവ ക്ഷേത്രം ബുക്കിത് ഞങ്ങളോടും. തിരുവടിയുടെ ചരിതം കേട്ടുകൊള്ളുവാൻ എന്തോരു കഴിവെന്നു ചിന്തിച്ചു വസിക്കുമ്പോൾ അന്തരാവന്നു ഭവാനീശ്വര കാരുണ്യത്താൽ സന്താപമകന്നിതു മിക്കതും കണ്ടപ്പോഴേ എന്നെല്ലാം മുനിജനം ചൊന്നതു കേട്ടു സൂതൻ. നന്നായി തെളിഞ്ഞുടൻ പറഞ്ഞു തുടങ്ങിനാൻ. കൃഷ്ണ ഹരേ നാരായണ ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ കൃഷ്ണായ പരബ്രഹ്മണേ നമഃ. നമസ്തേ. ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ കൃഷ്ണൻ, അതാണ് ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണേയ വഹി സ്വീകൃതോऽസ്മി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരാൻ. ഞാനിവിടെ വായിച്ച ഭാഗം ശൗനകാദി മഹർഷിമാർ യാഗം തുടങ്ങി. അപ്പോൾ ശ്രീ വേദവ്യാസ ശിഷ്യനായ സൂത പൗരാണികനോട് ചോദിക്കുന്ന ഭാഗമാണ് ഞാനിപ്പോൾ ഇവിടെ പാരായണം ചെയ്ത ഭാഗം.